ദക്ഷിണായനം പൂർത്തിയാക്കി ഉത്തരായനത്തിലേക്ക് സൂര്യൻ കടക്കുന്ന ദിവസമാണ് മകരസംക്രാന്തി. ഈ ദിനത്തിൽ സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഹിന്ദു ആചാരങ്ങളിൽ ശുഭകാര്യങ്ങൾക്കും കർമ്മങ്ങൾക്കും ഉചിതമായ കാലമായി ഉത്തരായനത്തെ കരുതുന്നു. ഈ വർഷത്തെ ആദ്യത്തെ ഹിന്ദു ഉത്സവം മകരസംക്രാന്തിയാണ്. കേരളത്തിൽ മകരസംക്രാന്തി ദിനത്തിലാണ് ശബരിമലയിൽ മകരവിളക്ക്. മകരസംക്രാന്തി നാളിൽ ഭഗവാൻ അയ്യപ്പന്റെ വിഗ്രഹത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന നടത്തുന്നതോടെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നു. ആകാശത്ത് മകരനക്ഷത്രമുദിക്കുന്നു. ഈ സമയം വീടുകളിൽ സന്ധ്യാദീപം തെളിച്ച് ശരണം വിളിക്കുന്നത് ഐശ്വര്യം വരുത്തുമെന്നും പറയപ്പെടുന്നു. ഈ വർഷം ജനുവരി 15-ന് മകരസംക്രാന്തി ആഘോഷിക്കുന്നു. ഈ ദിവസം അങ്ങേയറ്റം ശുഭകരമായതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവും സമൃദ്ധിയും കൈവരിക്കുന്ന ചില ആചാരങ്ങൾ ഈ ദിനത്തിൽ നിങ്ങൾക്ക് പാലിക്കാവുന്നതാണ്. മകരസംക്രാന്തി ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എടുത്തു കളയുമെന്ന് പറയപ്പെടുന്നു. അത്തരമൊരു പുണ്യനാളായ മകരസംക്രാന്തി ദിനത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പലർക്കും രാവിലെ ഉണർന്നയുടൻ ചായ കുടിക്കുന്ന ശീലമുണ്ട്. നിങ്ങൾ അത്തരം ആളുകളിൽ ഉണ്ടെങ്കിൽ മകരസംക്രാന്തിയിൽ ഇത് ഒഴിവാക്കുക. മകരസംക്രാന്തി നാളിൽ കുളിക്കാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. കുളിച്ച് ദാനകർമ്മങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമേ ഈ ദിവസം നിങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ. പുലർക്കാലെ കുളിച്ച ശേഷം സൂര്യദേവന് വെള്ളം അർപ്പിക്കുക. മകരസംക്രാന്തിയിൽ സൂര്യദേവനെ ആരാധിക്കുന്നത് ജീവിതത്തിൽ സന്തോഷം നൽകുന്നു. സമൃദ്ധിക്കായി പരമശിവൻ, മഹാവിഷ്ണു, ലക്ഷ്മി ദേവി എന്നിവരെയും സംക്രാന്തി നാളിൽ ആരാധിക്കാവുന്നതാണ്. ഈ ദിവസം സൂര്യദേവന്റെ അനുഗ്രഹം ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും പ്രാർത്ഥനകൾ നടത്തുക. മകരസംക്രാന്തി നാളിൽ ദാനധർമ്മങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ ദരിദ്രർക്ക് നൽകുക. പശുവിനെ പരിപാലിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്യുക. ഈ ദിവസം കറുത്ത എള്ള് ദാനം ചെയ്യുന്നത് അങ്ങേയറ്റം ശുഭമായും കണക്കാക്കപ്പെടുന്നു. വീട്ടിൽ ഒരു പുതിയ ചൂല് വാങ്ങുക. വീട്ടിലെ മുതിർന്നവരുടെ അനുഗ്രഹം തേടുക. വീട്ടിൽ എള്ളുകൊണ്ട് തയ്യാറാക്കിയ ലഡ്ഡുവും ഗിച്ചടിയും ഉണ്ടാക്കി ദരിദ്രർക്ക് വിതരണം ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് അത് കഴിക്കുക. ഇവയെല്ലാം മകരസംക്രാന്തി നാളിൽ നിങ്ങൾക്ക് ഐശ്വര്യം വരുത്തുന്ന കാര്യങ്ങളാണ്. ഹിന്ദുമതത്തിൽ മരങ്ങളെ പ്രകൃതിയുടെ പവിത്രമായ ഘടകങ്ങളായി ആരാധിക്കുന്നു. പല വൃക്ഷങ്ങളും ചില ദേവതകളെ പ്രതീകപ്പെടുത്തുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. മാത്രമല്ല, മകരസംക്രാന്തി ഒരു വിളവെടുപ്പ് ഉത്സവം കൂടിയായതിനാൽ ആ ദിവസം സസ്യങ്ങളെ ആരാധിക്കുന്നു. പ്രകൃതിയെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് മകരസംക്രാന്തി. ഈ ദിവസം വീടിനകത്തോ പുറത്തോ ഏതെങ്കിലും തരത്തിലുള്ള സസ്യങ്ങൾ മുറിക്കുകയോ കൊയ്ത്ത് നടത്തുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷമാണ്. ഇത് പ്രകൃതിയുടെ ഉത്സവവും പച്ചപ്പിന്റെ ആഘോഷവുമാണ്. അതിനാൽ വിളവെടുപ്പ് ജോലികൾ ഈ ദിവസം മാറ്റിവെക്കണം. മകരസംക്രാന്തി ദിനത്തിൽ നിങ്ങൾ ഒരു തരത്തിലുള്ള ലഹരിയും കഴിക്കരുത്. മദ്യം, സിഗരറ്റ്, ഗുഡ്ക മുതലായവ ഈ ദിവസം നിങ്ങൾ ഒഴിവാക്കണം. മസാലകൾ അടങ്ങിയ ഭക്ഷണവും ഈ ദിവസം കഴിക്കരുത്. ഈ ദിവസം എള്ള്, ചെറുപയർ, ഗിച്ചടി തുടങ്ങിയ കഴിക്കുകയും ഇവയെല്ലാം കഴിയുന്നത്ര ദാനം ചെയ്യുകയും വേണം. ഈ ദിവസം സൂര്യദേവനെയും ശനിദേവനെയും ഭക്തർ ആരാധിക്കുന്നു. അത്തരമൊരു ദിവസം മാംസം കഴിക്കുന്നതും നിങ്ങൾക്ക് ദോഷകരമാണ്. വെളുത്തുള്ളി, സവാള എന്നിവയും ഈ ദിവസം കഴിക്കാൻ പാടില്ല. മകരസംക്രാന്തി ഉത്സവം ലാളിത്യത്തോടെ ആഘോഷിക്കണം. മകരസംക്രാന്തി ദിനത്തിൽ യാചകരോ സാധുക്കളോ പ്രായമായവരോ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അവരെ വെറും കൈയോടെ മടക്കി അയക്കരുത്. നിങ്ങളുടെ കഴിവിന് അനുസരിച്ച് അവർക്ക് ദാനം ചെയ്യുക. മകരസംക്രാന്തി നാളിൽ അനുഗ്രഹം നേടാനായി ഒരാൾ പുരുഷ സ്വഭാവം ഉപേക്ഷിക്കേണ്ടതാണ്. മകരസംക്രാന്തി ഒരു ശുഭ ഉത്സവമാണ്. ഒരു പുതിയ തുടക്കം കുറിക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നു. സ്വഭാവത്തിൽ കോപം നിലനിർത്തുന്നതിലൂടെ
നിങ്ങൾ എല്ലായിടത്തും നിഷേധാത്മകമായി പ്രചരിപ്പിക്കും. അത് നിങ്ങളുടെ വിജയത്തിന് ഒരു തടസ്സമായി നിന്നേക്കാം. അതിനാൽ മകരസംക്രാന്തി ദിനത്തിൽ ആരോടും ദേഷ്യപ്പെടരുത്, ആരോടും മോശമായി സംസാരിക്കരുത്, എല്ലാവരോടും മധുരമായി പെരുമാറുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.